ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി എഗ് മോളി റെസിപ്പി ആട്ടോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. പലതവണ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു രുചി കിട്ടിയില്ല കേട്ടോ. അമ്മ തന്നെയാട്ടോ ഇനി കറി ഉണ്ടാക്കി തന്നത്. കൂട്ടത്തിൽ എനിക്കിവിടെ പഠിക്കാമല്ലോ. മോളി ഉണ്ടാക്കാൻ ഒരു പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരു സവാളയുടെ പകുതി ചേർത്ത് വഴറ്റിയെടുക്കാം. ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് പെരിഞ്ചീരക പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ പച്ചച്ചവ മാറുന്നവരെ വഴറ്റിയെടുക്കാം. പുഴുങ്ങിയ മുട്ട നന്നായിട്ട് വരുന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില അരക്കപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് 2-3 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കേ. ഇനി ഇതിലോട്ട് കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ് ഒഴിച്ചതിന് ശേഷം ജീരകം പൊടിച്ചതും ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നാരങ്ങ നീരും മല്ലിയിലയും ചേർത്ത് ചെറുതായിട്ട് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എഗ് മോളി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.